സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് തുടരുന്നു. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയാണ് പോളിംഗിൽ മുന്നിൽ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ബൂത്തുകളിൽ തിരക്ക് തുടരുകയാണ്. കേരളം വിധി എഴുതുകയാണ്. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായകമായ വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് നേടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനും മറ്റു നേതാക്കളുമൊക്കെ. അതുപോലെ തന്നെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് പുലർത്തുന്നത്. എന്തായാലും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ബൂത്തുകളിൽ തിരക്ക് ഇപ്പോൾ തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ വോട്ടെടുപ്പ് തുടരുകയാണ്. നിലവിലെ പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? എന്തെങ്കിലും പ്രശ്നബാധിത ബൂത്തുകളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പോളിംഗ് ഇപ്പോൾ 53.01% എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 50% പോളിംഗ് കടന്നിരിക്കുന്നു. ഉച്ചയോടുകൂടി തന്നെ 49% പോളിംഗ് എത്തിയിരുന്നു. ഇപ്പോൾ അത് ഏതായാലും 50% മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇനി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ 52.02% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അത് 51.23%. ആലപ്പുഴയിൽ 51.64%. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 55.49% പോളിംഗുമായി പോളിംഗിൽ എറണാകുളം ജില്ലയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കോട്ടയത്ത് 52% പോളിംഗ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 50%, 50.03% പോളിംഗ് ആണ് ഇടുക്കി ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. പാലക്കാടേക്ക് വരുമ്പോൾ അത് 51.27%. മലപ്പുറത്ത് 52.13%. കോഴിക്കോട് 53.30%. വയനാട് 50.22%. കണ്ണൂർ 50.03%. കാസർഗോഡ് 50.17% കാസർഗോഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും എല്ലാ ജില്ലകളിലും തന്നെ ഇപ്പോൾ 50% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ജില്ലയിലും എല്ലാ ജില്ലകളിലും പോളിംഗ് 50% മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ എറണാകുളം ജില്ലയിൽ മികച്ച പോളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തുണ്ട്. അങ്ങനെ 3 ജില്ലകളിലാണ് കുറച്ച് മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് നടക്കുന്നത്. അതിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ ഉള്ളത്. നമുക്ക് കാണാവുന്നതുപോലെ രാവിലെയൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ബൂത്തുകളിൽ. പല ബൂത്തുകളിലും ഉച്ചയ്ക്ക് ചൂടത്തുമൊക്കെ സാധാരണ നിലയിൽ ചൂടാകുന്നൊരു സമയത്ത് ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നതിലൊരു കുറവ് ഉണ്ടാകാറുണ്ട്. അത് പിന്നീട് വൈകുന്നേരമാകുന്നതോടുകൂടി അത് മാറാറാണ് പതിവ്. ഏതായാലും ഇനിയിപ്പോൾ വെയിലാറുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തും. വലിയ തിരക്ക് ഉച്ചയോടുകൂടി ഇനിയും തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പോളിംഗിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ, ചില കള്ളവോട്ട് പരാതികളൊക്കെ ഉയർന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും പോളിംഗ് മികച്ച രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ബൂത്തുകളിലൊക്കെ നല്ല പ്രതികരണം തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രാവിലെയൊക്കെ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തിയതോടുകൂടിയാണ് ഉച്ചയോടുകൂടി തന്നെ 50% മുകളിലേക്ക് പോളിംഗ് എത്തിയത്. ഏതായാലും ഇനിയിപ്പോൾ ഈ മണിക്കൂറുകൾ കൂടി എത്തുമ്പോൾ കൂടുതൽ പോളിംഗിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കൂടുതൽ വോട്ടർമാർ എത്തും. ഏതായാലും ഈ പോളിംഗ് ശതമാനത്തിലെ അല്ലെങ്കിൽ ഈ ഉയർച്ച, അതുപോലെ തന്നെ വോട്ടർമാരുടെ കടന്നുവരവൊക്കെ വലിയ ആത്മവിശ്വാസമാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ അതിനെ കാണുന്നത്. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ആളുകൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നു, പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നാണ് UDFന്റെ വാദമെങ്കിൽ LDF ഇക്കാര്യത്തിൽ ഒരു വികസന തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വികസനം സംസ്ഥാനത്ത് തുടരേണ്ടതുണ്ട്. അതിന് LDF തുടരണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാർ ആ വികസന തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യാനാണ് വോട്ടർമാരുടെ ഒരു നിര ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് LDFന്റെ ഒരു വാദം. അതുപോലെ തന്നെ NDAയും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഇത്തവണ
ഒരു നിർണായക സ്വാധീനമായി NDA മാറും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറയുന്നത്. ഇത്തവണ അതിൻ്റെ ഒരു ട്രെൻഡ് അവർ പറയുന്നത് പോലെ മാറാത്തത് മാറാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഭാഗമാണ് ഈ പോളിംഗിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നുകൂടി NDAയും ക്യാമ്പും പറയുന്നു. ഏതായാലും 3 പേരും വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കേരളം വളരെ ആവേശത്തോടു കൂടി വിധി എഴുതുകയാണ്. 53% ഇപ്പോൾ പോളിംഗ് എത്തിയിരിക്കുന്നു. ഇനി ഉള്ളത് 3 മണിക്കൂറുകൾ മാത്രമാണ്. 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുക. 6 മണിക്ക് പോളിംഗ് കഴിഞ്ഞാലും അതിനു മുൻപ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുണ്ടാകാം, ക്യൂവിൽ നിൽക്കുന്ന ആളുകളുണ്ടാകാം. അവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അവർക്ക് ടോക്കണുകൾ നൽകി 6 മണിക്ക് ശേഷവും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകും. 6 മണിക്ക് മുമ്പ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നവർക്ക് അവസാന വോട്ടറെയും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും പോളിംഗ് ബൂത്തിന്റെ വോട്ടിംഗ് അവസാനിപ്പിക്കുക. ഏതായാലും ഇനിയിപ്പോൾ ഈ 3 മണിക്കൂറുകളിലുള്ള ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമായും പല ബൂത്തുകളിലേക്കുമൊക്കെ ഇനി ആളുകൾ വരും. കാരണം ഈ ഒരു സമയം അത് അങ്ങനെയാണ്. സാധാരണ നിലയിൽ രാവിലെ ഒരു 10-11 മണി ഒക്കെ വരെ നല്ല രീതിയിൽ ആളുകൾ വരും. ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള ഒരു സമയമാണ്. ആ ഘട്ടത്തിൽ ആളുകൾ സാധാരണ നിലയിൽ ബൂത്തുകളിൽ കുറയാറുണ്ട്. അതിനുശേഷം വൈകുന്നേരം വെയിലാറുന്നതോടുകൂടി വോട്ടർമാർ എത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഇത്തവണ നഗര ബൂത്തുകളിലും നഗര പ്രദേശങ്ങളിലുള്ള ബൂത്തുകളിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണ നിലയിൽ അത്തരത്തിൽ ഈ നഗര മേഖലയിലുള്ള ബൂത്തുകളിൽ അത്തരത്തിൽ തിരക്ക് പെട്ടെന്ന് അനുഭവപ്പെടാറില്ല. പക്ഷേ രാവിലെ മുതൽ തന്നെ നഗര മേഖലയിലുള്ള ബൂത്തുകളിലൊക്കെ വലിയ ആളുകളാണ്. കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടരുകയാണ്. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ എത്രത്തോളമാണ് പോളിംഗ് ശതമാനം? എന്തെങ്കിലും പ്രശ്നബാധിത ബൂത്തുകൾ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടരുകയാണ്. കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയാണ് പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിൽ 53% ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ബൂത്തുകൾ വലിയ രീതിയിൽ തിരക്ക് തുടരുകയാണ്. 6 മണി വരെയാണ് വോട്ടെടുപ്പിന്റെ സമയം. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ വലിയ രീതിയിലുള്ള കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖർ ഉൾപ്പെടെ രാവിലെ തന്നെ വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എറണാകുളം ജില്ലയാണ് നിലവിൽ പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഒരു വ്യത്യാസവുമില്ലാതെ ഇപ്പോൾ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിൽ തിരക്കുകൾ തുടരുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ. വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ്. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായകമായ വോട്ടെടുപ്പ് തന്നെയാണ് ഈ നിമിഷത്തിൽ നടക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. കനത്ത പോളിംഗാണ് ഇപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. 53% നിലവിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം. എറണാകുളം ജില്ലയാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 883 സ്ഥാനാർത്ഥികളാണ് വിധി തേടുന്നത്. എന്തായാലും വലിയ ചൂടേറിയ പ്രചരണത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു വിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്തായാലും വലിയ കനത്ത പോളിംഗ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോൾ വോട്ടെടുപ്പ് തുടരുകയാണ്. കനത്ത പോളിംഗ് ഒക്കെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. ഇടുക്കി ജില്ലയിൽ എങ്ങനെയാണ് പോളിംഗ് ശതമാനം? വിവരങ്ങൾ എങ്ങനെയാണ്? ഏതായാലും ഇടുക്കി ജില്ലയിൽ 50%-ലധികമായി പോളിംഗ് ആയിട്ടുണ്ട്. ഏതായാലും രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നു. ഏതായാലും ഉച്ചയോടെയെല്ലാം തന്നെ പോളിംഗ് ശതമാനം വർദ്ധിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ ദേവികുളം മണ്ഡലത്തിൽ 50% മുകളിൽ എത്തിയിട്ടുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ 51% മുകളിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ 50% എത്തിയിട്ടുണ്ട്. ഇടുക്കി മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ 48% എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പീരുമേട് മണ്ഡലത്തിലും 50% മുകളിൽ എത്തിയിരിക്കുന്നു. ഏതായാലും കുറച്ച് വൈകുന്നേരത്തോടെ തന്നെ ഏകദേശം ഒരു 6 മണിക്ക് മുൻപിൽ തന്നെ ഈ വോട്ടിംഗ് ശതമാനം കൂടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പല മേഖലകളിൽ ഇടുക്കിയുടെ പല മേഖലകളിലും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഏതായാലും കനത്ത ചൂടിന് ഒരു ആശ്വാസമേകി തന്നെ ഒരു മഴക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഏതായാലും ഇതൊന്നും കൂടുതലായ ആളുകൾ വൈകുന്നേരങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വോട്ടിംഗ് ശതമാനം ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും
തിരഞ്ഞെടുപ്പ് ചൂട് വലിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം പ്രചാരണ പരിപാടികൾ കാടിളക്കിയുള്ള ഒരു പ്രചാരണ പരിപാടികളായിരുന്നു മൂന്ന് മുന്നണികളും. ഇടുക്കി മണ്ഡലത്തിലെ ഇടുക്കി ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ 5 മണ്ഡലങ്ങളിലും കാടിളക്കിയുള്ള ഒരു പ്രചാരണമാണ് മുന്നോട്ട് പോയത്. ഏതായാലും നിരവധി ചോദ്യങ്ങളാണ് നിൽക്കുന്നത്. കാരണം ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ മന്ത്രി സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്ന റോഷി അഗസ്റ്റിൻ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇത്തവണ വിജയം ഉറപ്പാക്കി കോൺഗ്രസിന്റെ സീറ്റ് നേടിയ UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ആണ്. ഏതായാലും അത്തരത്തിലുള്ള വിജയ സാധ്യതയെല്ലാം തന്നെയാണ് UDF ഉന്നയിക്കുന്നത്. ഏതായാലും 25 വർഷമായി താൻ കൂടെ ഇടുക്കി പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനെ പിന്തുണയ്ക്കുന്ന ഇടുക്കി ഇത്തവണ റോഷി അഗസ്റ്റിൻ തന്നെ കൊടിപാറിക്കുമോ അല്ലെങ്കിൽ UDF വിജയിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിൽ എത്തിക്കഴിഞ്ഞാൽ മണിയാശാനില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. മണിയാശൻ കഴിഞ്ഞ ഈ ഭരണത്തിലെല്ലാം തന്നെ റോഡിന്റെ വികസനം എല്ലാം തന്നെ മണിയാശന്റെ റോഡിന്റെ വികസനം എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. 3 തവണ അവിടെ MLA ആയിരുന്നു ഉടുമ്പൻചോലയിൽ. അദ്ദേഹമാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ റോഡ് വികസനം എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് താൻ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ റോയ് കെ പൗലോസ് ആണ് സേനാപതി വേണുവാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് UDF മത്സരിക്കുന്നത്. തനിക്ക് വിജയം ഉറപ്പാണെന്ന ഒരു ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ പരിപാടികൾക്കെല്ലാം മുൻതൂക്കം നൽകിയത്. ഭൂപ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിയാണ് ഈ സേനാപതി വേണു മുന്നോട്ട് പോയിരിക്കുന്നത്. അതിലും NDAയും സംഗീത വിശ്വനാഥനും രംഗത്തുണ്ട്. സംസ്ഥാന VDSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് സംഗീത വിശ്വനാഥൻ. ഏതായാലും ഇത്തരത്തിൽ തന്നെയാണ് ഇടുക്കിയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ സാധിക്കുന്നത്. ഏതായാലും ദേവികുളം മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം CPMന്റെ 3 തവണ MLA ആയിരുന്ന S രാജേന്ദ്രനാണ് BJPയിലേക്ക് ചേക്കേറി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA ആയ A രാജയാണ് LDFിന് വേണ്ടി 2ാം തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ പുതുമുഖമായി A രാജയും കളത്തിലുണ്ട്. ഏതായാലും അത്തരത്തിൽ വലിയ തീവാർന്ന പോരാട്ടം തന്നെയാണ് ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു ഈ തോട്ടമേഖലയിലടക്കം തമിഴിലും മലയാളത്തിലെല്ലാം തന്നെ പ്രചാരണം കൊഴുപ്പിച്ചത് എന്ന് വേണം പറയാൻ. കൊട്ടിക്കലാശവും തന്നെ അത്തരത്തിൽ തന്നെയായിരുന്നു. ഏതായാലും ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച LDF A രാജ സർക്കാരിന്റെ വികസനങ്ങൾ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചാരണ പരിപാടികൾക്ക് മുൻതൂക്കം നൽകിയത്. അതുകൊണ്ട് തനിക്ക് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്, പെൻഷൻ എത്തിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ പ്രചാരണ പരിപാടികളുടെ മുൻതൂക്കം നൽകി തനിക്ക് വിജയസാധ്യത ഉറപ്പാണെന്ന് തന്നെയാണ് A രാജ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായ പുതുമുഖമായി ഇറങ്ങിക്കുന്ന A രാജ ഒരു മാറ്റം വേണം എന്ന രീതിയിൽ തന്നെയാണ് ജനങ്ങൾ തനിക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എഫ് രാജയും UDFന്റെ F രാജയും കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് CPMന്റെ 3 ടൈം MLA ആയിരുന്ന S രാജേന്ദ്രൻ BJPയിലേക്ക് ചേക്കേറിയ ശേഷം അവിടുന്ന് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. തോട്ടമേഖലയിൽ CPMന്റെ 3 തവണ MLA ആൾക്ക് എത്രത്തോളം ആഴത്തിൽ വോട്ട് നേടാൻ കഴിയുമെന്നതും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാനാർത്ഥികളിലെ ഒരു വിജയം ആർക്കൊപ്പമാണെന്നുള്ളൊരു കാര്യത്തിൽ പ്രവചനാതീതം തന്നെയാണ് ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് പറയാനുള്ളത്. ഏതായാലും പോളിംഗ് ശതമാനം ഏതായാലും വൈകുന്നേരത്തോടെ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം SIRന് ശേഷം വോട്ട് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് 80,000-ലധികം ആളുകൾക്ക് ഈ SIRനെ അപേക്ഷിച്ച് പിന്നീട് വോട്ട് ലിസ്റ്റിൽ പേരില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഇതെല്ലാം തന്നെ ആളുകൾക്ക് വലിയൊരു പ്രതിസന്ധി ഉയർത്തിയിരുന്നു ഈ മുന്നണികൾക്കെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകളെ ഈ ബൂത്തുകളിൽ എത്തിച്ച് വോട്ടിംഗ് ശതമാനം കൂട്ടാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം കൂട്ടാനുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ 3 മുന്നണികളും ഉള്ളത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും വോട്ടെടുപ്പ് തുടരുകയാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 50% ഇടുക്കി ജില്ലയിലെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും എറണാകുളം ജില്ല തന്നെയാണ് പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. വലിയ കടുത്ത പ്രചരണത്തിന് ശേഷമുള്ള ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ എന്നൊക്കെ വിധി എഴുതാനൊക്കെ ജനം തയ്യാറെടുക്കുകയാണ്. എന്തായാലും പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2,71,00,000-ലേറെ വോട്ടർമാരാണ് ഈ തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. എന്തായാലും വൈകിട്ടോടെ തന്നെ എത്രത്തോളം പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും.
എന്തായാലും നിലവിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 50% പോളിംഗ്. നിലവിൽ സംസ്ഥാനമൊട്ടാകെ 53% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെയുള്ളത്. വലിയ പരസ്യ പ്രചാരണത്തിന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണിത്. എന്തായാലും സംസ്ഥാനം വിധി എഴുതുകയാണ്. ആരാണ് കേരളത്തിൻ്റെ ഭാവി ആർക്കൊപ്പം ഒന്ന് നിർണ്ണയിക്കുന്ന ഒരു വോട്ടെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും കനത്ത പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിൽ തിരക്കുകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെയും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മൂന്നാം തവണയും ഭരണം നേടാനാകുമോ എന്നൊരു പ്രതീക്ഷയിലാണ് LDF. അതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം അധികാര കസേരയിൽ എത്താൻ സാധിക്കുമോ എന്നൊരു പ്രതീക്ഷ UDFും ഉണ്ട്. അതിനായുള്ള വലിയ ഒരു പരിശ്രമത്തിൽ തന്നെയാണ് UDF എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക എന്നൊരു ലക്ഷ്യവും NDAക്കുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉള്ളത്. എന്തായാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് തുടരുകയാണ്. കനത്ത പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയാണ് പോളിംഗ് ബൂത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും എല്ലാ ബൂത്തുകളും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും 6 മണിയോടുകൂടി എത്രത്തോളം ഉണ്ടാകും, പോളിംഗ് ശതമാനം എത്രത്തോളമാണെന്നതൊക്കെ ഒരു വ്യക്തതയുണ്ടാകും. വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 53% ഇപ്പോൾ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം. കോഴിക്കോട് നിന്നും റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ വോട്ടെടുപ്പ് തുടരുകയാണ്. കനത്ത പോളിംഗ് ഒക്കെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? അതുപോലെ തന്നെ പ്രശ്നബാധിത ബൂത്തുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കോഴിക്കോട് ചിലയിടങ്ങളിൽ നിന്നും കള്ളവോട്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ അല്പം മുൻപ് ഒരു UDF പ്രവർത്തകനെതിരെ LDF പ്രവർത്തകർ കള്ളവോട്ട് ആരോപണവുമായി രംഗത്ത് വന്നു. എന്നാൽ സ്ലിപ്പ് മാറിപ്പോയതാണ് എന്നുള്ളതാണ് ഈ വോട്ട് ചെയ്യാനെത്തിയ ആൾ. UDFന്റെ ബൂത്ത് ഏജന്റ് തന്നെയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത്. തുടർന്ന് ഇതേ ചൊല്ലി ചെറിയൊരു വാക്കേറ്റം അവിടെ ഉണ്ടായി. തുടർന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയാണ് ഇപ്പോൾ പ്രശ്നമൊക്കെ പരിഹരിച്ചിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ വ്യാപക കള്ളവോട്ട് നടക്കുന്നു എന്ന് BJP ആരോപിക്കുന്നു. CPM-നെതിരെയാണ് BJPയുടെ ആരോപണം. അത്തരത്തിൽ ഒരാളുടെ വോട്ട് കോഴിക്കോട് പയ്യനക്കൽ ബൂത്ത് നമ്പർ 133 വോട്ട് ചെയ്യാനെത്തിയ ഒട്ടിയമ്പലം പറമ്പ് സ്വദേശി P രമേശൻ, അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പരാതി നൽകി. അത് CIQ പ്രവർത്തകനാണ് ഇത്തരത്തിൽ നേരത്തെ വന്ന് കള്ളവോട്ട് ചെയ്തത് എന്നാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. ഈ പോളിംഗ് ഓഫീസർ തുടർന്ന് ടെൻഡർ വോട്ട് അനുവദിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒട്ടിയമ്പലം പറമ്പ് സ്വദേശി P രമേശൻ ടെൻഡർ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് BJP സ്ഥാനാർത്ഥി T റെനീഷ് ആരോപിക്കുന്നത് നാട്ടിലില്ലാത്തവരുടെ ലിസ്റ്റ് CPIM നേരത്തെ തയ്യാറാക്കിയിരുന്നു. അങ്ങനെ ഒരു ബൂത്തിൽ 10 മുതൽ 20 വരെ കള്ളവോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും വോട്ടിംഗ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു നേരിയൊരു മന്ദഗതി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയത്താണ്. ഇപ്പോൾ 54% ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 54%ത്തിലേക്ക് കോഴിക്കോട് ജില്ലയിലെ വോട്ടിംഗ് ശതമാനം പോകുന്നു എന്നുള്ളതാണ്. 53.30% കോഴിക്കോട് ജില്ലയിൽ. വയനാട് ജില്ലയിൽ 50.22%, കണ്ണൂരിൽ 50% മുകളിൽ കണ്ണൂർ ജില്ലയിലും വോട്ട് ഇപ്പോൾ പോൾ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുള്ളത് LDFന് വിമത സ്ഥാനാർത്ഥികളുടെ ഭീഷണിയുള്ള തളിപ്പറമ്പ് പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലാണ്. കാസർഗോഡ് ജില്ലയിലും 50% മുകളിൽ വോട്ട് പോൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് മലബാറിനെ സംബന്ധിച്ച് ഉള്ളത്. അതേസമയം തന്നെ തൃക്കരിപ്പൂരിലെ ഒരു ബൂത്തിൽ
കള്ളവോട്ടിനെതിരെ പ്രതികരിച്ച സന്ദീപ് വാര്യരെ LDF പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതായി ഒരു ആരോപണമുണ്ട്. മലപ്പുറത്തും 52% മുകളിൽ പോളിംഗ് തുടരുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും വോട്ടെടുപ്പ് വലിയ രീതിയിൽ തുടരുകയാണ്. കനത്ത പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. കോഴിക്കോട് 53% പോളിംഗ് രേഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് MJ ആണ് ചേരുന്നത്. പ്രസാദ്, ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69% നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആ 69% കടന്നു പോകുന്ന തരത്തിലുള്ള രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. രാവിലെ തന്നെ 7 മണിക്ക് തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ പ്രായമായവരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയൊക്കെ നീണ്ട നില തന്നെ ലഭ്യമായതുകൊണ്ട് ആറന്മുള നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ 40, 45, 50% അടുത്താണ് ഇപ്പോൾ വോട്ടിംഗിന്റെ ശതമാന കണക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതൊരു സമീപകാലങ്ങളിൽ ഇതൊരു വലിയൊരു റെക്കോർഡും ഒരു ട്രെൻഡുമാണെന്നാണ് ഈ മേഖലയിലുള്ളവർ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ ഉയരുന്ന അനുസരിച്ച് നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ആശങ്കയും അപ്പോൾ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് സന്തോഷവുമാണ് രേഖപ്പെടുത്താനുള്ളത്. കാരണം 12 മണിയോടുകൂടിയാണ് ആന്റോ ആന്റണി MP പത്തനംതിട്ട കാത്തലിക് കോളേജിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി, ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുമായി വോട്ട് ചെയ്തതിനു ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വോട്ടിംഗ് പാറ്റേണിന്റെ ശതമാനം ഉയരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ വിജയപ്രതീക്ഷ സംസ്ഥാനത്ത് ഉടനീളം ഒരു ട്രെൻഡായി മാറും. ഇതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം ഈ SIR പരിഷ്കരണത്തിന് ശേഷം 9,816,000 വോട്ടർമാരാണുള്ളത്. അതിൽ 4,000 പ്രവാസികളും 8,000 കന്നി വോട്ടർമാരും 5 ട്രാൻസ്ജെൻഡർമാർ ഉള്ളതിൽ ഏകദേശം ഒരു 40% കൂടി പേര് വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ നിലവിൽ കുറഞ്ഞു നിൽക്കുന്നത് തിരുവല്ല മണ്ഡലത്തിലാണ്. വിസ്തൃതിയിൽ ആറന്മുള മണ്ഡലമാണ് ഈ 5 മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ മണ്ഡലം. ചെറിയ മണ്ഡലം റാന്നിയാണ്. പക്ഷെങ്കിൽ കഴിഞ്ഞ തവണ റാന്നിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ആ ട്രെൻഡ് തിരുവല്ല മണ്ഡലത്തേക്ക് പോളിംഗ് ശതമാനം കുറയുന്ന തരത്തിലാണ്. അങ്ങനെ 5 മണ്ഡലങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് 40-നും 45-നും 50-നും ഇടയ്ക്കാണ് ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം കൂടിയും കുറഞ്ഞും പോയിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയോടുകൂടി കനത്ത വെയിലായതിനാൽ പല ബൂത്തുകളിലും വോട്ട് ചെയ്യാനുള്ളവരുടെ നിര കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിലിന്റെ കാഠിന്യം കുറഞ്ഞതോടുകൂടി വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് ലഭ്യമാകുന്ന എല്ലാ ബൂത്തുകളിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ മികച്ച കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു റെക്കോർഡിനെ മറികടക്കുന്ന തരത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ടിംഗ് ശതമാനവും വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് വരുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും വോട്ടെടുപ്പ് കനത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. വലിയ പോളിംഗ് ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. 53% പോളിംഗ് രേഖപ്പെടുത്തുന്നത്. പലയിടങ്ങളിലും കള്ളവോട്ട് ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും വലിയ തിക്കും തിരക്കും തന്നെയാണ് പോളിംഗ് ബൂത്തുകളിലൊക്കെ അനുഭവപ്പെടുന്നത്. എറണാകുളം ജില്ലയാണ് ഇപ്പോൾ പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും പ്രമുഖരടക്കമൊക്കെ ഇപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. 6 മണി വരെയാണ് വോട്ടിങ്ങിന്റെ സമയമുള്ളത്. ഇതിനുള്ളിൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എത്രത്തോളം വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR-ഉം ബിനീഷ് ആന്റണിയും പ്രസാദ് MJ-യുമാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.